എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കുപ്പിയിലാക്കി വെക്കണം. ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ്. അപ്പം നല്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ കറുമുറു എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പൊ നമ്മള് കരി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉരുളിയുടെ അടിഭാഗത്ത് ഇങ്ങനെ വെണ്ണൂറ് തേച്ച് കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ അതിനൊരു ചക്ക എടുത്തിട്ട് കീറി വെയിലത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലിട്ട് പൊരിക്കാൻ പോവാ. ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇളക്കിയാ മതി. അതില് വാരിയിട്ട് വെച്ചാ പിന്നെ നമുക്ക് എപ്പോഴും നമ്മളെ ജോലി എന്താ ഒക്കെ ചെയ്യാൻ വാരിയിട്ടാ പിന്നെ സമയത്തേക്ക് കുറച്ച് ഉപ്പുവെള്ളം ഒഴിക്കുന്ന സമയത്താകുമ്പോഴേക്കിന് നമ്മള് ഇതിന്റെ ശേഷം എപ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കണ്ട. ഇതിന്റെ വെള്ളം കുറച്ച് വെച്ചു കരിവേപ്പിന്റെ ഇട്ട് കൊടുക്കാണ്. ഒന്നൊക്കെ വരവ് എടുക്കാറായി. ശരിയായിട്ടുണ്ട്. ഒരു വേറൊരു പാത്രത്തേക്ക് എണ്ണ ഇതാക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. അടുത്ത ഇടുകയാണ്. അടുത്ത ബാച്ച് നല്ല ഒച്ചയൊക്കെ ഉണ്ട്, നല്ല രുചിയുണ്ട്. കുക്കി ഇതാക്കിയോണ്ടാണ് നല്ല പെട്ടെന്ന് ആയത്. ഇനി കുറച്ച് ഉപ്പിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ കരിവേപ്പിന്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിന്റെ വെള്ളവും കരിവേപ്പിലും രണ്ടാമത്തത് വെക്കാനായി. ഇത് കനുള്ള ചക്കന്റെ കൊള ആയതുകൊണ്ടാണ് കുറച്ച് സമയം പിടിച്ചത്. അല്ലെങ്കിൽ വേഗം കുറച്ച് സമയം കൊണ്ട് വേഗം പോരാ. ഏതായാലും എടുക്കാനായിട്ടുണ്ട്. അടുത്ത ഇടുകയാണ്. എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കുപ്പിയിലാക്കി വെക്കണം. ഇനി നമുക്കൊരു കുപ്പിയിലാക്കി വെക്കണം. നല്ല സൗണ്ടൊക്കെ കിട്ടുന്നുണ്ട്. എരിഞ്ഞ സൗണ്ടാണ്. അപ്പോൾ നമ്മുടെ ചക്ക പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് കുപ്പിയിലെടുത്ത് വെക്കുകയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്ക് നല്ല ചില്ല് കുപ്പിയിലെടുത്ത് വെക്കാം. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക് യു.